കാറ്റത്തെ കിളിക്കൂടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസിലെ ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നിധി രാത്രി ഉറങ്ങാതെ ഇരുന്ന് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പുറത്തു നിന്നും ആരോ സംസാരിക്കുന്നത് പോലെ നിധിക്ക് തോന്നുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നിന്ന് എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ്. അത് നികേഷിൻ്റെ അമ്മ ഫോണിൽ സംസാരിക്കുകയാണെന്ന് നിധിക്ക് മനസ്സിലായി. നികേഷിൻ്റെ അമ്മയാണെങ്കിൽ അകത്താരും കേൾക്കാതിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. അത് അവരുടെ ഹസ്ബൻഡിനോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ക്യാഷിൻ്റെ കാര്യം എന്തായി, ഒക്കെ റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, ഇല്ല, അതൊന്നും ശരിയായിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. പിന്നെ എനിക്കിവിടെ വലിയ ജോലിഭാരമുണ്ട്. ഇവിടെയുള്ളവർക്കെല്ലാം വെച്ച് വിളമ്പണം, ഇവിടെയുള്ള പാത്രങ്ങളെല്ലാം കഴുകണം, തൂത്തുവാരണം. ഇതെല്ലാം എൻ്റെ ജോലികളാണ്. ഞാൻ ആകെ കഷ്ടപ്പാടിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ക്യാഷിൻ്റെ കാര്യം പറയുന്നത് മാത്രമേ നിധി കേട്ടുള്ളൂ. ബാക്കിയൊന്നും വ്യക്തമായി നിധിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് എന്തായിരിക്കും ക്യാഷിൻ്റെ അത്യാവശ്യമെന്ന് നിധി ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം അമ്മ കോള് കേട്ട് ഇത് പെട്ടെന്ന് അടുക്കള വഴി അകത്തേക്ക് കയറി വരുന്നുണ്ട്. നിധി പെട്ടെന്ന് ഡോറ് തുറന്ന് ഹാളിലേക്ക് ചെല്ലുകയാണ്. അമ്മേ, ഒന്ന് നിൽക്കാമോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ സ്റ്റക്കാകാണ്. നിധി ഉറങ്ങാതിരിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അമ്മ ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖഭാവം മാറുന്നുണ്ട്. എന്ത് സംസാരിച്ചെന്നോ? ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. മോൾക്ക് തോന്നിയതായിരിക്കും. അല്ല അമ്മേ, ഞാൻ കേട്ടതാണല്ലോ. പുറത്തുനിന്നും ഒരു സൗണ്ട് ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ ആരോട് സംസാരിക്കാനാ മോളെ? എനിക്കാരെ സംസാരിക്കാൻ ബന്ധുക്കളാരും തന്നെ ഇല്ല. നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ എന്താ മോളെ, സുധീഷ് ഇവിടെയും നീ റൂമിലുമായിട്ട് കിടക്കുന്നത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അതെനിക്ക് കുറച്ച് ഓഫീസ് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ടാ. അല്ല മോളെ, സുഭാഷിൻ്റെ വിവാഹമായിരുന്നില്ലേ ആദ്യം കഴിയേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് വിവാഹം കഴിച്ചത്? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അത് അമ്മേ, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്ന് നിധി പറയുകയാണ്. എന്നാൽ ശരി, മോള് പോയി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ നിധിക്ക് ആകെ കൺഫ്യൂഷനായി. നിധി പെട്ടെന്ന് റൂമിൽ കയറി ബെഡിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്തിനായിരിക്കും അമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? അമ്മ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ആരോടോ ഫോണിലൂടെ ക്യാഷിൻ്റെ കാര്യം പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നിധി പതിവ് പോലെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയം അമ്മ ആരെയോ വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിട്ടുന്നില്ല. പലതവണ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് പതിയെ നിധി അമ്മയുടെ അടുത്തേക്ക് വരുവാണ്. എന്താ അമ്മ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ, നമ്മൾ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, പിന്നെ എന്നോട് ഇങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അല്ല, വീടൊക്കെ മാറി താമസിക്കുന്നതല്ലേ അമ്മ, ഇങ്ങനെ മാറി കിടക്കുന്ന സമയത്ത് ചിലവർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല മോളെ, ഞാൻ പണ്ടും ഇവിടെയൊക്കെ തന്നെയല്ലേ ജീവിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങി. അല്ല, അമ്മയ്ക്ക് നാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നാട്ടിൽ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും എനിക്ക് ആരെയും അറിയത്തില്ല മോളെ, ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, അവരെ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മയോടൊപ്പം ആ വീട്ടിലൊരു പുരുഷനും കൂടി താമസിച്ചിരുന്നില്ലേ, അതാരാ? ഇത് കേട്ട് അമ്മ ആകെ ഞെട്ടുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയുന്നില്ല. എന്നോടൊപ്പം ആരുമില്ലല്ലോ, ഞാൻ തനിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അല്ല, മോള് വരുന്ന സമയത്തും കണ്ടതല്ലേ, ഞാൻ മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അല്ല, സുധീഷേട്ടൻ എന്നോട് പറഞ്ഞു, സുധീഷേട്ടനെ അമ്മയെ ആ വീട്ടിൽ കാണുന്ന സമയത്ത് അമ്മ ആരോടോ ഒരു പുരുഷനോട് വഴക്കിട്ടോണ്ടിരിക്കുകയാണെന്ന്, അതാ ഞാൻ ചോദിച്ചത്. ഇത് കേട്ടത് അമ്മ പറയുന്നുണ്ട്, അത് അയൽവക്കത്തെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും മോളെ, അല്ലാതെ എനിക്ക് ആരോടും ഒരു പരിചയമില്ല. അപ്പം അമ്മ ഇപ്പോൾ ആർക്കാ ഫോണിൽ വിളിക്കാനായിട്ട് ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയുന്നുണ്ട്, അത് ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്നില്ലേ, ആ വീട്ടിലെ സ്ത്രീക്ക് വിളിച്ചുകൊണ്ടിരുന്നതാ. അതിന് അമ്മ ഫോൺ ചെയ്യുന്നത് പോലെ അല്ലല്ലോ എനിക്ക് തോന്നിയത്, ആർക്കോ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഇത് കേട്ടതും അവർ നിന്ന് പരുങ്ങുന്നുണ്ട്. അല്ല മോളെ, ഞാൻ വിളിക്കുന്നതായിരുന്നു, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് മോള് വന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ മോളെ, കിച്ചണിൽ കുറച്ച് ജോലിയുണ്ടെന്നും പറഞ്ഞ് അവർ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. പെട്ടെന്ന് നിധിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ അല്ല.
ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല, എന്താ അമ്മായിയമ്മയും മരുമോളും ഒരു സംഭാഷണം എന്ന് ചോദിക്കുമ്പോൾ, അമ്മായിയമ്മയും മരുമോളോ, അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് നികേഷിൻ്റെ അമ്മയാണല്ലോ. നികേഷ് ഞങ്ങളുടെ അനിയനും, ആ വകയിൽ അമ്മ ഞങ്ങളുടേത് കൂടിയാണ്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ അമ്മായിയമ്മയും മരുമോളുമാണല്ലോ എന്ന് പറയുകയാണ് സുധീഷ്. അപ്പോൾ നിധി അതിനെ തിരുത്തുന്നുണ്ട്. ഞാൻ എങ്ങനെയാ അവരുടെ മരുമോളാകുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ മാത്രമല്ലേ അവരുടെ മരുമോളാവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറി പോവാണ്. സുധീഷിനാകെ ദേഷ്യം വരുന്നുണ്ട്. എനിക്കിവളെ മനസ്സിലാവുന്നേ ഇല്ലല്ലോ. സ്നേഹിച്ച് വിവാഹം കഴിച്ചാൽ പോലും ഒരു പെൺകുട്ടിയും ഒരു വീടിന് വേണ്ടി, അവളുടെ ഭർത്താവിൻ്റെ വീടിന് വേണ്ടി ഇത്രയും സഹിക്കത്തുമില്ല, അവരുടെ വീടിന് വേണ്ടി ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. ഇവളെല്ലാം ചെയ്യുന്നു, എന്നിട്ടും എൻ്റെ ഭാര്യയല്ല എന്നാണ് അവളുടെ ഭാവം. ഇവളിതെന്താ ഇങ്ങനെ, എനിക്കിവളെ മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. ഇതേ സമയം അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. നിധി പെട്ടെന്ന് എഴുന്നേറ്റ് അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. ഒന്ന് നിൽക്കച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ എവിടെയായിരുന്നു? അപ്പോൾ അച്ഛൻ ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്നലെ രാത്രി അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ, അച്ഛൻ എവിടെ പോയി എന്നാണ് നിധി ചോദിക്കുന്നത്. അതിനുത്തരം പറ. എനിക്ക് വരാൻ മനസ്സിലായിരുന്നു. അല്ല, എന്നിട്ട് ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ തേടി നടക്കുമായിരുന്നോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. തേടി നടക്കാനേ നിങ്ങൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും അമ്മ സങ്കടം നടിച്ച് കരച്ചിലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളിത് എവിടെ പോയിരുന്നു? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്തിനാ ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരാതിരുന്നത്? ഈ മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് വരാമായിരുന്നില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. നീ ആരെ കാണിക്കാൻ വേണ്ടിയാ ഇങ്ങനെ അഭിനയിക്കുന്നത്? അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? നിന്റെ സ്വഭാവം എനിക്ക് അറിയാമടി. നീ ഉള്ള വീട്ടിലേക്ക് ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എന്നിട്ടെന്താ നീ ഇവരെ ആരോടും പറഞ്ഞില്ലേ? അച്ഛൻ ഇത് പറഞ്ഞതും ഒരുപാട് സങ്കടം വന്നതുപോലെ അവർ കരയാണ്. ഇത് നികേഷിന് സഹിക്കുന്നില്ല. നികേഷ് അച്ഛനോട് ചൂടായി സംസാരിക്കുകയാണ്. ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കും. നിങ്ങൾക്കതിന് കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. ഇത് കേട്ടതും അച്ഛൻ പറയുന്നുണ്ട്, എടാ നികേഷ്, നീ എന്താ പറഞ്ഞത്? ഇന്നലെ വന്ന നിൻ്റെ അമ്മയെ ഓർത്ത് ഇത്രയും കാലം നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്നോട് ഇറങ്ങിപ്പോവാനോ? എടാ മോനെ, ഇവളുടെ സ്വഭാവം നിനക്കറിയില്ല. നിങ്ങൾ എല്ലാം പഠിക്കും. നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. എടി, നീ താമസിക്കുന്നിടത്ത് എനിക്ക് താമസിക്കാൻ കഴിയില്ല, ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്നും എന്ന് പറയുവാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കോ. ദേ, നികേഷിൻ്റെ അമ്മയെ അവനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയതേ ഉള്ളൂ. അവൻ്റെ സന്തോഷം കണ്ടില്ലേ? അതില്ലാതാക്കരുത്. അച്ഛൻ അവരെ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ മുഖത്തേക്ക് അച്ഛൻ നോക്കണ്ട. അച്ഛൻ എപ്പോഴും പുറത്തല്ലേ ഇരിക്കാറ്. അച്ഛൻ അവിടെ തന്നെ ചെന്നിരിക്കേ. ഇത് കേട്ടതും ഒരു ദയനീയ അവസ്ഥയിൽ സുഭാഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അച്ഛൻ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇവളെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ എല്ലാവരെയും ഇവൾ ചതിക്കും. എനിക്കിവളെ നന്നായിട്ട് അറിയുന്നതാ. നിങ്ങൾ അനുഭവിക്കെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. അമ്മയുടെ സങ്കടവും കരച്ചിലൊക്കെ കണ്ട് നികേഷ് അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുഭാഷും പറയുന്നുണ്ട്, അമ്മ കരയണ്ട, അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അമ്മയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അച്ഛനെ ഞങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെയും പോവില്ല, ഞാൻ നികേഷിനോടൊപ്പം തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഹരീഷ് തൻ്റെ കീ എടുത്ത് പോവാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ സുഭാഷേ, നീ പോവാറായോ? അല്ല, നിൻ്റെ ഷോപ്പിൻ്റെ കാര്യം എന്തായി? മുതലാളി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, അദ്ദേഹം ഇപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചതേ ഉള്ളൂ. കറക്റ്റ് സമയത്താണ് സുഭാഷ് ഏട്ടൻ ചോദിച്ചത്. എന്നോട് ക്യാഷിൻ്റെ കാര്യം എന്തായിന്ന് ചോദിച്ചു. ഇത് കേട്ടത് സുഭാഷ് ഏട്ടൻ, എന്നാൽ നിനക്ക് ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ്. കുറച്ച് ക്യാഷ് എടുത്ത് ഹരീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ 1,00,000 രൂപയുണ്ട്. ഇത് കൊടുത്തിട്ട് നീ ഒരു 2-3 ദിവസത്തെ അവധി ചോദിക്കേ, അപ്പോഴേക്കും നമുക്ക് ഫുള്ള് ക്യാഷ് കൊടുത്തേക്കാം. എന്നാൽ ശരി സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, എടാ നീ അവിടെ നിൽക്ക്, ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവനും റൂമിൽ കയറി കുറച്ച് ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് ഹരീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതിൽ ഒരു 60,000 രൂപയുണ്ട്. ഞാൻ നിൻ്റെ ചേട്ടനല്ലേടാ, നിനക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇത് കണ്ടതും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അറുപിശുക്കനായ സുധീഷ് 60,000 രൂപ കൊടുത്തു എന്ന് കാണുമ്പോൾ നികേഷും നിധിയും എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്.
നികേഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷ് ഏട്ടാ ആ നോട്ടൊന്ന് മറിച്ച് നോക്കിയേ, ഉള്ളിൽ ചിലപ്പോൾ നിറയെ പേപ്പർ ആയിരിക്കും. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നീ കളിയാക്കണ്ട, ഇതെല്ലാം ഒറിജിനൽ നോട്ട് തന്നെയാണ്. എടാ ഹരീഷ് അതിങ്ങ് താ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിച്ച് നികേഷിൻ്റെ അടുത്ത് ചെന്ന് ഇതേ കണ്ടോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണി കാണിച്ചു കൊടുക്കുവാണ്. ഇത് ഒറിജിനൽ നോട്ട് തന്നെയാണ്. ഇവൻ പറയുന്നതൊന്നും നീ നോക്കണ്ട, ഈ ക്യാഷ് നീ കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ് ഏട്ടന് എന്നെ സഹായിക്കാനായിട്ട് എങ്ങനെയാണ് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് അവനോട് പറയുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ ചോദിക്കുന്നത്? നീ എൻ്റെ അനിയനല്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ മുതലാളിയാ നീ, അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അഭിമാനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഹരീഷിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവന് തന്നോടുള്ള സ്നേഹം അവനക്ക് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് സുധീഷേട്ട എന്നും വിളിച്ചുകൊണ്ട് സുധീഷിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ നീ കരയുവാണോ? എന്തിനാ കരയുന്നത്? നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എടാ നികേഷേ ഒന്ന് നോക്കിയേ, അവൻ കരയുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് അതേ എന്ന് തലയാട്ടുന്നുണ്ട്. പിന്നീട് ഹരീഷിനെ സമാധാനിപ്പിക്കുകയാണ് സുധീഷ്, കരയല്ലേ, സന്തോഷിക്കുകയല്ലടാ വേണ്ടേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കരയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് തൻ്റെ കണ്ണുകളൊക്കെ തുടയ്ക്കുകയാണ്. പിന്നീട് അവൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുക്കുന്നുണ്ട്. ഇതിൽ 70,000 രൂപയുണ്ട്. ഞാൻ നികേഷിന് ഒരു ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതാ. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, ആഹാ എന്നിട്ട് ഹരീഷേട്ടൻ അത് എടുക്കുവാണോ? അപ്പോൾ എനിക്ക് ചെയിനില്ലേ ഹരീഷേട്ടാന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എടാ ഞാൻ ഒരു ഷോപ്പൊക്കെ എടുക്കുന്നുണ്ടല്ലോടാ, അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. എന്നാൽ ഹാളിൽ ഇങ്ങനെ ഇവർ ക്യാഷിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നികേഷിൻ്റെ അമ്മ കിച്ചണിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവർ ആരും കാണാതെ ഡോറിന് മറവിൽ നിന്നുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരാരും കാണുന്നില്ല. ഇതേ സമയം നിധി ഒരു പേപ്പറിൽ നിധി 60,000 എന്ന് എഴുതി ഹരീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെന്താ ഏട്ടത്തിന്ന് ചോദിക്കുന്നുണ്ട്. അത് 60,000 രൂപ ഞാൻ തരാം ഹരീഷേ, എന്താ പേപ്പറിൽ എഴുതി തരുന്നതെന്ന് വിചാരിക്കണ്ട, എനിക്ക് വൈകിട്ട് ഓഫീസിൽ നിന്നും വരുന്ന സമയത്ത് ഒരു 5:30 മണിക്കൊക്കെ എനിക്ക് ക്യാഷ് നിൻ്റെ കയ്യിൽ തരാൻ പറ്റത്തുള്ളൂ, ഇത് നിനക്കുള്ള എൻ്റെ പങ്കാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഹരീഷും നമ്മുടെ സുഭാഷും ഒക്കെ പരസ്പരം നോക്കുകയാണ്. നിങ്ങളെന്തിനാ ചേട്ടത്തി ക്യാഷ് തന്ന് സഹായിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഹരീഷ്. അതെന്താ, ഞാൻ നിനക്ക് ക്യാഷ് തരാൻ പാടില്ലെന്നുണ്ടോ? എനിക്കും നിന്നെ സഹായിക്കണമെന്ന് പറയുകയാണ് നിധി. അപ്പോൾ സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? 60,000 രൂപ ചില്ലറ ക്യാഷെങ്ങാനോ ആണോ? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതൊന്നും വേണ്ട മോളെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് നിധിക്ക് വിഷമാവുന്നുണ്ട്. അതെന്താ സുഭാഷ് ഏട്ടാ, അപ്പോൾ നിങ്ങളുടെ അനിയത്തിയാണ് ഞാനെന്ന് പറയുന്നത് വെറുതെയാണോ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ സഹായിച്ചാലെന്താ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അനിയത്തിയായ ഞാൻ തന്നെയല്ലേ സഹായിക്കേണ്ടത്? അപ്പോഴേക്ക് നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഈ ക്യാഷ് ഏട്ടത്തി എങ്ങനെ ഉണ്ടാക്കിയതെന്നാണെന്ന് അറിയാമോ? ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഏട്ടത്തി ലാപ്ടോപ്പും പിടിച്ച് രാത്രി പകലൊക്കെ ഒരുപോലെ ഇങ്ങനെ ഉറക്കളച്ചിരുന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഉള്ള ജോലി കൂടാതെ എക്സ്ട്രാ വർക്ക് ഏട്ടത്തി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടത് നിധി അവനെ തടയുന്നുണ്ട്. എടാ നികേഷ് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ഏട്ടത്തി, എല്ലാവരും അറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, നീ എന്താടാ പറയുന്നത്? അവൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടെന്നോ? എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നികേഷ് പറയുന്നുണ്ട്. എക്സ്ട്രാ വർക്ക് ചേട്ടത്തി ഉള്ള വർക്കിനേക്കാളും കൂടുതലെടുത്ത് ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ് ഈ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് കേട്ടതും ഹരീഷിനെ ആകെ വിഷമാവുകയാണ്. തനിക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് അവൻ തൻ്റെ കയ്യിലുള്ള ക്യാഷിലേക്ക് നോക്കി കരയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മറഞ്ഞു നിന്ന് നികേഷിൻ്റെ അമ്മ കാണുന്നുണ്ട്. അവരുടെ നോട്ടം ഹരീഷിൻ്റെ കയ്യിലുള്ള ആ പണത്തിലാണ്. ഹരീഷിന് സങ്കടം സഹിക്കാൻ വയ്യാതെ കിച്ചൺ വഴി ഇറങ്ങി ഓടി പുറത്തു നിന്ന് കരയുവാണ്. നിധി പെട്ടെന്ന് തന്നെ ഹരീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്തിനാ ഹരീഷ് നീ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ ഏട്ടത്തി എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ബുദ്ധിമുട്ടോ എനിക്കോ? നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ ഹരീഷേ? ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു 2 ദിവസത്തേക്ക് മാത്രം, അതിനുള്ള ശമ്പളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കേട്ടതും ഹരീഷ് പറയുന്നുണ്ട്, എന്നാലും എനിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്.
ഏട്ടത്തിയും സുധീഷ് ഏട്ടനും ഒക്കെ എനിക്ക് പണം തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ നിധി അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഏയ് എന്താടാ നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത് എന്തിനാ? നീ കണ്ണ് തുടയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് തോളി രണ്ട് തട്ട് തട്ടുന്നുണ്ട്. ഹരീഷ് തൻ്റെ കണ്ണുകൾ തുടയ്ക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നികേഷിൻ്റെ അമ്മ കിച്ചണിൽ നിന്ന് എത്തി നോക്കുവാണ്. അങ്ങനെ ഹരീഷിനെ സമാധാനപ്പെടുത്തി നിധി ഹാളിലേക്ക് കൊണ്ടുപോവാണ്. എല്ലാവരും കൂടിയിരുന്ന് ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. സുധീഷ് പറയുന്നുണ്ട് 2,90,000 രൂപയുണ്ട് ഇതിൽ. പക്ഷേ ഒരു 10,000 രൂപ കൂടി വേണമല്ലോ. 3 ലക്ഷം രൂപ വേണമെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ അതുകൂടി റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, ഒരു 10,000 രൂപയല്ലേ സുധീഷേ, ഒരു 2,000 രൂപ കൂടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. ബാക്കി ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊണ്ടുവരാം. അല്ല സുഭാഷേട്ടാ, ഇത്രയും ക്യാഷ് അറേഞ്ച് ചെയ്തില്ലേ, ഒരു 10,000 രൂപ കൂടിയല്ലേ ഉള്ളൂ. അതുകൂടി പെട്ടെന്ന് കിട്ടിയെങ്കിൽ ഇത് അയാൾക്ക് പെട്ടെന്ന് കൊണ്ടു കൊടുക്കാമായിരുന്നല്ലോ ആ ഓണർക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ സുധീഷും നിധിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് നമ്മുടെ അച്ഛൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് തൻ്റെ ഫോൺ എടുത്ത് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നോക്കുകയാണ്. നികേഷ് പറയുന്നുണ്ട്, ഒന്നിങ്ങോട്ടേക്ക് നീട്ടിപ്പിടിച്ചെന്നാൽ ഞാൻ കൂടി കാണട്ടെ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാഷ് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ 22 രൂപ എന്ന് കണ്ട് നികേഷ് ചിരിക്കുന്നുണ്ട്. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു, എങ്ങനെയോ തീർന്നു പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നാലും ശരി, ഞാൻ എൻ്റെ ഓണർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുക. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ ഓണറുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ നീ 60,000 രൂപ വാങ്ങിയത്, വീണ്ടും അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് എന്താടാ കാര്യമെന്ന് ചോദിക്കുകയാണ്. സുഭാഷേട്ടൻ പറഞ്ഞതും കാര്യം തന്നെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ ഓണറുടെ അടുത്ത് സംസാരിച്ചോളാം, ഒരു 10,000 രൂപയുടെ കുറവല്ലേ ഉള്ളൂ, ഞാൻ പിന്നെ കൊടുക്കാമെന്ന് പറയാം. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഏയ് അതൊന്നും ശരിയാവില്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പക്കയായിരിക്കണം. അദ്ദേഹത്തിന് 3 ലക്ഷം തികച്ചും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ, പിന്നീട് അത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അച്ഛൻ കയ്യിലൊരു കവറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. നിധി ഇത് പിടിക്ക്. ഇതെന്താണെന്ന് ചോദിക്കുകയാണ് നിധി. അത് എണ്ണി നോക്ക്. എണ്ണി നോക്കാനോ? എന്താ അച്ഛാ ഇതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, നിന്നോട് ഇത് എണ്ണി നോക്കാനല്ലേ പറഞ്ഞത്, ഇതിൽ ക്യാഷാ എന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. നിധി അത് വാങ്ങിച്ച് തുറന്നു നോക്കുകയാണ്. അതിൽ കുറച്ച് ക്യാഷായിരുന്നു. അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട് നിധി. അച്ഛൻ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്താ മോളെ, നീ എണ്ണിക്കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ എണ്ണിക്കഴിഞ്ഞു വെച്ചാ, എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൽ 10,750 രൂപയുണ്ടെന്ന് പറയുവാണ്. എടാ ഹരീഷേ, അതിൽ 750 രൂപ ഇങ്ങക്ക് വാങ്ങിക്കുകയെന്ന് പറയുകയാണ്. നികേഷ് അതിൽ നിന്നും 750 രൂപ വാങ്ങിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എടാ ഹരീഷേ, നിനക്ക് 10,000 രൂപയല്ലേ വേണ്ടത്, അതിൽ 10,000 രൂപയുണ്ടല്ലോ, അതുകൂടി കൊണ്ടുപോയി 3 ലക്ഷം രൂപ നിന്റെ മുതലാളിക്ക് കൊടുക്ക്. എന്നിട്ട് ആ കടയുടെ ഓണറാവാൻ നോക്ക് എത്രയും പെട്ടെന്ന്. ഈ 750 രൂപ എനിക്ക് വെള്ളം അടിക്കാനുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് ആ ക്യാഷ് തൻ്റെ പോക്കറ്റിൽ വെച്ച് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അച്ഛൻ്റെ ഈ പ്രവൃത്തി ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കുവാണ്. സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നികേഷ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും മാറ്റം വന്നല്ലോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നേ ഇല്ല. എന്നാൽ അച്ഛൻ്റെ ഈ സ്നേഹം മനസ്സിലാക്കിയതും നികേഷിൻ്റെ കണ്ണിൽ നിന്നും തുരുതുരാ വെള്ളം വരുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാടാ ഹരീഷ് നീ കരയുന്നത്, വീണ്ടും കരയുവാണോ? അപ്പോൾ സുധീഷ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എടാ ചിരിക്കേണ്ട സമയമല്ലേ, ഈ നേരത്ത് നീ കരയുവാണോ? കരയിലടാ. അങ്ങനെ ഏട്ടന്മാരെല്ലാവരും കൂടെ ഹരീഷിനെ ചിരിപ്പിക്കാൻ വേണ്ടി ഇക്കിളി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിധിയും ചിരിക്കുന്നുണ്ട്. എന്നാൽ നികേഷിൻ്റെ അമ്മ പതിയെ കിച്ചണിൽ നിന്നും പുറത്തു വരുവാണ്. അവരുടെ നോട്ടം ആ ക്യാഷിലേക്കാണ്. ഇതിനിടയിൽ നിധി അത് ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷിൻ്റെ അമ്മയുടെ നോട്ടം ടേബിളിലിരിക്കുന്ന ക്യാഷിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി.